ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളുടെ അൽഫി അത്ര അടിച്ച് പൊളിച്ചിട്ടില്ല. ഇന്നലെ അവളുടെ കൈൻ്റെ ഉള്ളിലേക്ക് കത്തിൻ്റെ ഇത്രയും പോർഷൻ കുത്തി കയറിപ്പോയി ഗൈസ്. ഒരു ഫൺ സ്റ്റോറി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം കോമഡിയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഫർസിയോ എന്നാണ് പേര്. കാറ്റും ഡോഗ്സിൻ്റെ ഒക്കെ എന്താ പറയുക, അവരുടെ എസെൻഷ്യൽസും കാര്യങ്ങളൊക്കെ കിട്ടിക്കാച്ച് പ്രീമിയം കാറ്റഗറിയുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റോ ഡോഗ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സൈറ്റ് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം അതിൽ കുറേ ടോയ്സും അതുപോലെ തന്നെ അതിൻ്റെ രോമം കളയുന്ന ട്രിക്സും ടിപ്സിൻ്റെ പ്രൊഡക്ട്സും കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ കൂക്കുകളിന് ബാൻഡേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂക്കുകൾ അവിടെ വലിയൊരു മണ്ടത്തരം ചെയ്തതാലേ. ദേഷ്യം പിടിക്കുന്നുണ്ടോ കുക്കുകൾ? ദേഷ്യം പിടിക്കുന്നുണ്ടോ നോക്ക്? നിന്റെ മൂക്കത്താ ശുണ്ടിന്ന് കേട്ട് നോക്കട്ടെ. ശുണ്ടി ഒന്നും ഇല്ലല്ലോ ബേബി. മുറി കാണിച്ചെടുക്ക്. ഇതാണ് മുറി. വളയൂല. ഇതാണ് സാധനം. സൂം ഇത് കാണിച്ചെടുക്കണ്ട. നല്ലോണം ഉള്ളോട്ടുണ്ട് കേട്ടാ. ഉള്ളോട്ടായി കിടക്കുന്നുണ്ട്. ഈ കത്തി കണ്ടില്ല, ഇത് വെച്ചിട്ടാ മുറിഞ്ഞ്. സോറി. ഇവിടെ എന്തോ സാധനം എത്തിയിട്ടുണ്ട്. ഇതെന്തോ ഇതോടി കുക്കിങ്ങിന് എന്തോ സാധനം ആപ്ലിക്കേഷൻ. ഇത് മറ്റേ ഏപ്രി. പക്ഷെ നീ നോക്ക്, ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ് ഓർഡർ ചെയ്തത്. രണ്ടെണ്ണം ഓർഡർ ചെയ്തോ? ഇതാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് രണ്ടും ഒന്ന് തന്നെ. കുഴപ്പമില്ല, ബ്ലാക്ക് ആണ് ബേബി നല്ലത് എന്തായാലും. സോറി ഷെഫ് അൽഫിയ കൊള്ള. ഇനി കുക്ക് ചെയ്യുമ്പോ ഇതൊക്കെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുക. പക്ഷെ കൈ മാത്രമില്ലല്ലോ, അതെനിക്കാ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കുക്കയല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ കപ്പിൾ ഏപ്രിൽ എത്തിയിട്ടുണ്ട്. ഏപ്രിൽ. സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ബേബിക്ക് മാങ്ങ കട്ട് ചെയ്തില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്യാൻ പോകണം. ഇനിയെങ്കിലും ഇതൊക്കെ വെച്ചിട്ടെങ്കിലും കുക്ക് ചെയ്യട്ടെ. ബേബി എനിക്ക് ഫുഡ് ഉണ്ടാക്കും, ഞാൻ അവൾക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കും. അതാണ് നമ്മളുടെ സ്ഥിരം പരിപാടി. നമ്മളപ്പം വീട്ടിലേക്ക് പോവാണ്. ഞാൻ വെക്കണ ലാസിക്ക് വേണ്ടി 2 പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ലാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ സാധനം ഗൈസ്. ഇത് ഇന്നലെ ഗ്രേ കൊടുത്തിട്ട് അതിന് അത്ര ഒരു ഇതില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ പച്ചക്കാരൻ്റെ വൈറ്റ് ടൈലിലൂടെ ഈ പച്ചി റെഡ് കൂടുന്നൊക്കെ അടിപൊളിയായിട്ട്. ഇത് മസ്റ്റ് ഹാവ് ടോയ് ആണ്. കാറ്റും ഡോഗ്സൊക്കെ ഉള്ളവർക്ക് ഈ ടോയ് സെറ്റാണ്. വീട്ടിലെത്തിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ടാ. ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ഗൈസ്, നിങ്ങൾ എന്തായാലും വാങ്ങിക്കൊണ്ടിട്ടാ. പിന്നെ നോക്കണ ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 പച്ച കളർ എടുത്ത് കുറച്ചൊന്ന് ക്യൂട്ടാക്കി, എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് സെറ്റ്. നിങ്ങൾക്ക് പൂച്ച ഇല്ലെങ്കിലും ചുമ്മാ വാങ്ങുക ഗൈസ്. സാധനം ചുമ്മാ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഷോ ദ ലവ്. നിങ്ങൾക്കായാലും കളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു. നമ്മളെ വീട്ടിലേക്കുള്ള റോഡിന്റെ ഒരു വൃത്തിയാക്കിയുള്ള ഭംഗിയുണ്ട്. പുല്ലൊക്കെ ചെത്തിയപ്പോ നമുക്ക് കുറച്ച് കയറ്റിടാം. ഓക്കെ, ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, വെറുതെ അവിടെ നിർത്തണ്ടല്ലോ. ചൂടാട്ടൊക്കെ കുറച്ച് ദിവസമായിട്ട്. സോ കാറവിടെ നിർത്തി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. കുഞ്ഞിതാക്കണ അവിടെ ഉണ്ട്. നമ്മളുടെ നായകൻ പൂച്ച ലാസിക്കുട്ടിനെ കാണാനാണ് വന്നത്. ആടോ എന്താണ് ചക്കര വിളിക്കുമ്പോ തന്നെ ഓടി വന്ന് കണ്ടെന്റെ അച്ചോടാ മണക്കണ നോക്കി. എൻ്റെ ഇഷ്ടപ്പെട്ടതാ ഗൈസ്. നമ്മളെ സൈറ്റില് ടോയ്സ്, ഇങ്ങനത്തെ കുറച്ച് ടോയ്സ്, അതുപോലെ തന്നെ എന്താ പറയുക ബൊമ്മ ഡോള്, നിന്റെ ബ്രീത്തിങ്ങിന്റെ ഡോളില്ലേ, അങ്ങനത്തെ കുറേ ഡോൾസാണ് ഞാൻ കാണിച്ചിട്ട്. അടിപൊളി സാധനം. അതൊക്കെ ആഡ് ചെയ്യണേ നിങ്ങൾ പറയും. നമുക്ക് അതിന്റെ സ്റ്റോക്ക് ഓൾറെഡി ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അറിയില്ല എന്തൊക്കെ സാധനം എനിക്ക് ഇഷ്ടം. എന്ത് കാറ്റിന്റെ എയർ ഫ്രഷർ, കാറ്റിന്റെ ഏസിയും കൂടി നോക്കാം. കുറച്ച് സാധനങ്ങളുണ്ട്. വാട്ടർ ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ അല്ലേ പറയാ, ഫൗണ്ടെയിൻ. അതായത് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് നമ്മളെ. അതായത് വെള്ളം ഇങ്ങനെ ഗുളു ഗുളു എന്നെല്ലാം പൂച്ചക്ക് വന്ന് ഇങ്ങനെ നക്കി കുടിക്കാം. അങ്ങനെ ബാക്ടീരിയസ് ഒക്കെ വരും. അത് വെള്ളം ഇങ്ങനെ ഇളകി കൊണ്ടേ നിൽക്കും. അപ്പൊ ആ സാധനം അടിപൊളി സാധനം. കുറെ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തോണ്ട്. നമ്മൾ ഈ ടോയ്സ് ഒക്കെ കൊടുത്ത് പൂച്ചനെ കളിപ്പിക്കണതാണോ അറിയില്ല. പൂച്ച ഇപ്പൊ നല്ലോണം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുക, നമ്മളൊരു ടോണിൽ കരയുക. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നത്, വിളിക്കുമ്പോൾ വരുന്നത്, പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ചിലപ്പോൾ ഇതാക്കണ ഈ സാധനം ഇന്ന് അയച്ചിട്ടാട്ടെ വരിക. ഇത് സെപ്പറേറ്റ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിങ്ങനെ ഇതുമ്പോൾ കുടുക്കിയിട്ടാൽ മതി. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരിക. ജസ്റ്റ് നിങ്ങൾ അസംബിൾ ചെയ്യണം. അല്ലെ കുഞ്ഞുമോ? ഇതിന്റെ ബോക്സിലൊരു ചാർജർ ഉണ്ട് കേട്ടോ. ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ഇട്ടാൽ മതി. അതാ പോയി. ഇത് രാത്രി ആണെങ്കിൽ ഇത് ലൈറ്റും കത്തിട്ടോ, കണ്ടില്ലേ? എൻ്റെ മോളെ
വിഷയ സാധനം കേട്ടോ. സൗണ്ടും ഉണ്ട് ചെറുതായിട്ട്. മസ്റ്റ് സാധനം. എനിക്ക് ഭയങ്കര അല്ലേ, അത് അത്ര നേരം അതിന്റെ അടിയിൽ ഒളിഞ്ഞു കയറി. ഇത് കണ്ടപ്പോഴത്തേക്കിനോ ഒളിഞ്ഞു നിന്ന് നോക്കുക കേട്ടോ. ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് നമ്മളെ ടോയിനെ. അതാണ് അവിടെ നിന്ന് ഓടി ഓടി കളിക്കുക. അതാ പെട്ടഞ്ഞു പടഞ്ഞു പോണ ഗൈസ്. പിന്നെ നമ്മളെ സൈറ്റില് നമ്മളെ ബാഗില്ലേ, പൂച്ചനെ ബാഗിൽ ഇട്ടുകൊണ്ട് അത് സെറ്റപ്പ് രസമാണ്. ഇവള് പറഞ്ഞിട്ടുണ്ട് ഒരു കസ്റ്റമറായി. അപ്പം നിങ്ങൾ അത് സെറ്റായിട്ട്, അത് പെങ്കിൻ്റെ ഉണ്ട്, ട്രാൻസ്പാരൻ്റ് ഉണ്ട്, പിന്നെ ഇത് പൂച്ചനെ കൊണ്ടുപോകുന്ന ബോക്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ എപ്പോഴും എൻ്റെ ഫേവററ്റ് ഈ ടോയ് വിട്ടില്ല. ഇനി വേറെ കുറച്ച് ടോയ്സ് വരാണ്ട്. അതിന് വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് താഴ്ത്തി കമ്മാനായിട്ട് അത് ഒരു പക്ഷി പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി സാധനം. പൂച്ച പറക്കും. ഇപ്പോൾ 2 കുട്ടികളും വരുന്നുണ്ട്. എന്താണ് അത്? ഓള് കയറുമ്പോൾ എടുത്തോളൂ. കടലാസ് കൊണ്ട് കൈ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകാന്ന് വിചാരിച്ച്. നല്ല വെയില്, സഹിക്കാൻ പറ്റാത്ത വെയിൽ. അതാണ് ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടാ. അത് കടലാസും പേപ്പറൊക്കെ അമ്മ അതൊന്ന് എടുത്ത് ഒഴിവാക്കിയേക്ക്. സീനൊന്നുമില്ല. ഓ എന്താ കുഞ്ഞോ, എന്താ നീ പറഞ്ഞോ? ഗൈസ് സൺസ്ക്രീൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ പോവാണ് കുഞ്ഞു. പ്ലേ മാറ്റി കുഞ്ഞിന്റെ കാറോടി എടുക്കാറുണ്ട്. കാരണം വെച്ചാൽ എനിക്കിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ട്രാഫിക്കിൽ കടന്ന് ചാവും. ഗൈസ് അപ്പോൾ കുഞ്ഞു ബാക്കിൽ വരുന്നുണ്ട്. നമ്മള് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകട്ടെ. ഇവിടെ എത്തിയപ്പോ ഇവർ ഏതായാലും ഫുഡ് കഴിക്കാൻ പോകും. ആ പ്ലാനിങ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ഞാനും കൂടി വരാം, ഒരുമിച്ച് കഴിക്കാം. നമ്മളിപ്പോ സ്ഥലത്തെത്തി. ചൂടല്ലേ, നല്ല ചൂടാ. ഇപ്പൊ വൈറ്റമിൻ ഡിയും സൂര്യാഘാതം ഒരുമിച്ച് കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് നിക്കണത്? ആ സീനാട്ടോ കഴിഞ്ഞു. ആ തള്ളത്തേക്കിട്ട് പോയി നിന്നോളെ. കുഞ്ഞു കൊറേ നേരായി ഇവിടെ എന്തോ നോക്കുന്നുണ്ട്. എന്താണ് പൊറാട്ടി അരിക്കറി ഇവിടെ ഇല്ല. ദേഷ്യം പിടിക്കില്ലേ, ചൂടാവില്ല നീ. ഇവള് ഫുൾ കലിപ്പാണ്. കാരണം അവൾക്ക് പൊറാട്ടയും മത്തിക്കറിയും കിട്ടിയില്ല. അതിലെ മുകളിട്ട് നോക്കുണ്ടാവും. അച്ചാറെത്തി, സാധനങ്ങളൊക്കെ എത്തി. കുഞ്ഞു മണി. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങി. ഇവിടെ ഭയങ്കര സംസാരമാണ്. എന്ത് രസമില്ലാന്നാ. എല്ലാരും ലാസ്റ്റ് മീൽസ് വാങ്ങിട്ടോ. വെളുക്കുള്ള ഫുഡൊന്നും കിട്ടിയില്ല. കഴിച്ചോളൂ. അപ്പൊ ഫുഡ് കഴിച്ച് പൊരിഞ്ഞ കുഞ്ഞോ ഫുഡ് ചോദിച്ചൊന്നും കിട്ടിയില്ല. ഉമ്മച്ചിന്റെ പരാതി എന്താ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോ 3 മണിയായി. എനിക്കറിയില്ല, മാപ്പ് ഇട്. നീ വളയ്ക്കൂല നീ. അത് ഇപ്പൊ വന്ന സ്ക്രാച്ച് ആണല്ലോ ഞങ്ങള്. നീ കേറി വെയില് കേറി പോവാ. ഓളോളെ കാറിലാട്ടോ, ഞാൻ നമ്മളെ കാറിലും. വെയിലമ്മ സൂര്യാഘാതം വരും. വെറുപ്പിക്കല്ലേ എന്റെ അമ്മേ. നാളെ കാണാം. ഓക്കെ ബൈ. എല്ലാരും റിവേഴ്സ് എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയായി പോയി ഗൈസ്. ഓക്കെ ഈ ചെങ്ങായിക്ക് ഒന്ന് ബാക്കോട്ട് നിർത്തി. എന്തോരം സ്പേസ് ഉണ്ടായിരുന്നു. അവൻ കൊണ്ടുപോയി മുമ്പ് തന്നെ ഒരു കാറിന് പോകാൻ മുമ്പ് തന്നെ കൊണ്ടുപോയി ഉണ്ടാക്കി. എല്ലാവരും അങ്ങനെ ഗൈസ് പാർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് പോകാൻ കഴിയും അങ്ങനൊന്നുമില്ല. ഓരങ്ങോട്ട് നിർത്തിക്കും, ഓരങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മ അവിടെ വെയിറ്റ് ചെയ്യണം. ഒരു ഫുഡ് കഴിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട്. ഞാനൊക്കെ ഒരു സ്ഥലത്ത് കാർ എത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നോക്കുക, അവർക്ക് പോകാൻ കഴിയുമോ, അവർക്ക് വളയ്ക്കാൻ കഴിയും എന്നുകൂടി നോക്കിയിട്ട് എവിടെ പാർക്ക് ചെയ്യണം നമ്മൾ അതാദ്യം നോക്കണം. അല്ല നമുക്ക് സ്ഥലം കിട്ടി നമുക്ക് തോന്നിയ സ്ഥലത്ത് നിർത്തി പോകല്ല. ഞാനിപ്പോൾ ഫ്ലാറ്റിലെത്തി. ലിഫ്റ്റിൽ കയറട്ടെ. എൻ്റെ അമ്മോ നേരത്തെ വിളിച്ചിട്ട് ഞാനപ്പോൾ അൽഫിക്ക് വേണ്ടി ബിരിയാണി വാങ്ങി. ബിരിയാണി പൊരിച്ച പത്തിരിയും. അവൾക്ക് ബിരിയാണി അൽഫാം ഒന്നുമില്ല. അവൾക്ക് പൊരിച്ച പത്തിരില്ലേ, ചെറുത് വട്ടത്തിലുള്ള, അതാണ് അവൾക്ക് മീൻ. തുറന്നോട് ബേബി എനിക്ക് കാണിക്കോ. വേറെ ആരും ഇല്ല അവിടെ എടുത്താൽ. നീ തുറന്ന് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടായില്ലേ. അപ്പൊ ഇനി നാളെ കാണാം. പൊരിച്ചപ്പത്തിനും ബിരിയാണി, ബീഫ് ബിരിയാണി അടിപൊളി സാധനമായിരിക്കും. കുഴപ്പമില്ല, ബീഫാണ് കഴിച്ചല്ലോ, ബിരിയാണി മാത്രമേ കഴിച്ചിട്ട്. അപ്പോൾ മറക്കണ്ട, സൈറ്റ് കയറി നോക്കാം. ടോയ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട വാങ്ങാൻ സൂപ്പർ. ആക്ച്വലി വീഡിയോ നിർത്തിയായിരുന്നു. പക്ഷെ നമ്മള് ബീഫ് ബിരിയാണി കഴിക്കാൻ ശ്രമിച്ചപ്പം ബീഫിന്റെ കഷ്ണം, ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു വെന്തില്ലാന്ന്. ഒരാൾ എറിഞ്ഞ് ചെയ്തോണ്ട് കൊല്ലായി. ഞാൻ വിചാരിച്ചു വേവാത്ത. അപ്പോൾ പറഞ്ഞു ഓവർ വെന്തിട്ടാന്നില്ലേ. എനിക്കറിയില്ല. എനിക്ക് കുറെ നേരം വായ ചവച്ചിട്ട് ഇങ്ങോട്ട് ഇതാക്കിയേക്കാണ്.
കഷ്ണം ഇതിനെ കാറ്റുമ്പോൾ. എനിക്ക് നീ വന്നപ്പോ തൊട്ട് ചവയ്ക്കുന്നയാ, എനിക്ക് ഇവിടെ വേദനയായി തുടങ്ങി ചവച്ച്. ഞാൻ കെയർ ബാക്കത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ ബീഫ് ഭയങ്കര കട്ടിയായിരുന്നു. പക്ഷെ ഈ പീസ് കുഴപ്പമില്ല, ഈ ഒരു രണ്ട് പീസ് കുഴപ്പമില്ല. ഈ പീസും ബുദ്ധിമുട്ടാണ്, ഈ പീസ് കുഴപ്പമില്ല. ഓക്കെ, ബാക്കി 2 പീസസ് ഈ പീസസ് ഭയങ്കര, എനിക്ക് തോന്നുന്നു മിക്സ് ചെയ്തപ്പം വേവ് ആയിട്ടില്ല. പക്ഷെ ഞാൻ കഴിക്കും, ചവച്ച് പതിയെ കഴിക്കും ഞാൻ. നല്ല വേനുണ്ട്.